ചെന്താമര കുറ്റക്കാരനെന്ന് കോടതി. നെന്മാറ പോത്തുണ്ടി സജിത വധക്കേസിൽ പ്രതിയായ ചെന്താമര കുറ്റക്കാരനെന്ന് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തി. ഒക്ടോബർ 16-നാണ് ശിക്ഷാവിധി പ്രഖ്യാപിക്കുക. വിധിയെ തുടർന്ന് പ്രതികരിച്ച സജിതയുടെ കുടുംബം കോടതി വിധിയിൽ സന്തോഷമുണ്ട്, കനത്ത ശിക്ഷ പ്രതീക്ഷിക്കുന്നു, അയാൾ ഇനി പുറത്തു വരില്ലെന്ന് വിശ്വസിക്കുന്നു, കോടതിയോട് ഞങ്ങൾക്ക് വിശ്വാസമുണ്ടെന്ന് പ്രതികരിച്ചു. അതേസമയം കേസിലെ പ്രധാന സാക്ഷിയായ പോത്തുണ്ടി സ്വദേശി പുഷ്പ ഇപ്പോൾ ഭീഷണി ഭയന്ന് നാട് വിട്ടിരിക്കുകയാണ്. അന്വേഷണത്തിൽ നിർണായകമായ പങ്കുവഹിച്ച പുഷ്പയാണ് കൊല നടന്ന ദിവസത്തിൽ ചെന്താമരയെ സജിതയുടെ വീട്ടിൽ കണ്ടത്. ഇത് സംബന്ധിച്ച മൊഴി പോലീസിന് നൽകിയിരുന്നു. ഇതിനെ തുടർന്ന് പുഷ്പയെ കൊന്നുകളയുമെന്ന് ചെന്താമര പലവട്ടം ഭീഷണിപ്പെടുത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. 2019 ഓഗസ്റ്റ് 31-നാണ് നെന്മാറ പോത്തുണ്ടി തിരുത്തപ്പാടം ബോയൻസ് കോളനിയിൽ സജിതയെ അയൽവാസിയായ ചെന്താമര ക്രൂരമായി വെട്ടിക്കൊന്നത്. ഭാര്യ പിണങ്ങിപ്പോകാൻ സജിതയാണ് കാരണമെന്ന് സംശയത്തിലായിരുന്നു കൊലപാതകം. സജിത വീട്ടിൽ ഒറ്റയ്ക്കുണ്ടായിരുന്ന സമയത്താണ് ചെന്താമര വാളുമായി അകത്ത് കയറിയത്. അടുക്കളയിൽ പാകം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശരീരത്തിൽ തുടരെ വെട്ടിയത്. സജിത സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചിരുന്നു. രക്തം പുരണ്ട കൊടുവാൾ വീട്ടിൽ വെച്ച് പ്രതി നെല്ലിയാമ്പതി മലയിൽ ഒളിവിൽ പോയെങ്കിലും വിശന്ന് വലഞ്ഞതോടെ 2 ദിവസം കഴിഞ്ഞ് മലയിറങ്ങി. പിന്നാലെ പോലീസ് ചെന്താമരയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. സാഹചര്യ തെളിവുകളും പ്രതിയുടെ ഭാര്യ അടക്കം 50 സാക്ഷികളുടെ മൊഴികളും ചേർന്നാണ് കോടതി ചെന്താമര കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത്. ഒക്ടോബർ 16-ന് പ്രഖ്യാപിക്കുന്ന ശിക്ഷാവിധിയിലാണ് ഈ കൊടും കുറ്റവാളിക്ക് ലഭിക്കാനിരിക്കുന്ന ശിക്ഷയുടെ തീവ്രത വ്യക്തമാവുക. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.